കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും പൊതുജനവും കാത്തിരുന്നതാണ് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആരാണ് എന്ന് അറിയാനായി. പല പേരുകൾ ഉയർന്നു വന്നു. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഒരു പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ളവർ വാർത്തയും നൽകിയിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖരാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് അത്ഭുതം കാണിച്ചൊരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നതിന് ശേഷം എല്ലാവരും സംശയിച്ചിരുന്നു അദ്ദേഹത്തിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ തിരുവനന്തപുരത്ത് കഴിയുമോ എന്ന്. പിന്നീട് ശശി തരൂർ 2 മണി വരെ വീട്ടിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയും രാജീവ് ചന്ദ്രശേഖർ വീട്ടിലിട്ട് പൂട്ടുമോ? ഇതിപ്പോൾ നമുക്ക് ഈ വാർത്ത സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും റിപ്പോർട്ടർ ചാനലാണ് ഇത് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരു എന്താ പറയുക, പ്രതിഭ ഉള്ള വ്യക്തിത്വം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ്. അഴിമതിയില്ലാത്ത, എന്നാൽ തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ സ്തുത്യർഹമായി നിർവഹിച്ച, ഒരു ചീത്തപ്പേരിനും ഇടവരുത്താത്ത ഒരു ബിസിനസ്സുകാരൻ, ഒരു മികച്ച ബിസിനസ്സുകാരൻ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് അദ്ദേഹം. ഏഷ്യാനെറ്റിൻ്റെ മാത്രമല്ല, ഈ ജൂപ്പിറ്റർ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി തന്നെ അദ്ദേഹത്തിനുണ്ട്. അവർക്ക് കർണാടകയിൽ, കന്നഡയിൽ ചാനലുണ്ട്, അതുപോലെ തമിഴിലും ഒക്കെ അവരുടെ എന്താ പറയുക, പ്രവർത്തന മേഖല വിപുലീകരിച്ചു. പൊതുപ്രവർത്തനത്തിൽ വന്നിട്ട് ഒരു 15-20 വർഷത്തിലധികം, ഏതാണ്ട് 2005 ശേഷമാണ് അദ്ദേഹം കടന്നു വരുന്നത്. കർണാടകയിൽ നിന്ന് ജനതാ പാർട്ടിയുടെ പിന്തുണയോടെയാണ് അദ്ദേഹം ആദ്യം രാജ്യസഭയിലേക്ക് വരുന്നത്. അന്ന് BJP ഒക്കെ അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ കടന്നു വന്ന LK അദ്വാനിയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഈ ജനസേവനം, അധികാരത്തിൻ്റെ ഈ പറയുന്നത് പോലെ പാർലമെൻറ്റിലെത്തി തനിക്ക് ലഭിച്ച അധികാരം ജനങ്ങളെ സേവിക്കാനായിട്ട് ഉപയോഗിക്കണം എന്ന, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം ഇരുന്ന ഏതാണ്ട് 3 ടേം അദ്ദേഹം 18 കൊല്ലം തുടർച്ചയായി രാജ്യസഭ MP ആയിരുന്നു. ആ 18 വർഷം അദ്ദേഹം വളരെ മികച്ച പ്രവർത്തനം, നല്ല രീതിയിൽ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ കൊണ്ടുവരികയും അത് ചർച്ചയാക്കുകയും അതിൽ വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, അത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും പിന്നീട് BJP ആയപ്പോൾ അദ്ദേഹം BJPയിലേക്ക് വരികയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹം ഈ ജനതാ പാർട്ടിയിൽ നിന്ന്, അന്ന് സ്വതന്ത്രനായിട്ട് ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്ര രാജ്യസഭ MP ആയിട്ടാണ് അദ്ദേഹം വന്നത്. അന്ന് BJPയും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം BJPയിൽ ചേരുന്നത്. BJPയിൽ ചേർന്ന് BJPയുടെ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നൽകി. കേവലം 1 മാസമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ പല ചാനലുകളും ചർച്ചയുണ്ടായിരുന്നു. കാരണം ഈ മുൻപ് മത്സരിച്ചത് കുമ്മനവും രാജഗോപാലും ഉൾപ്പെടെയുള്ളവർ അടിത്തട്ടിൽ ാണല്ലോ പ്രവർത്തിച്ചു. ഒരു ജനകീയ സ്വഭാവമായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് അത്ര അധികം പരിചിതമല്ലാത്ത ഒരു രാജീവ് വന്നപ്പോൾ BJPക്ക് 3ാം സ്ഥാനം നൽകിയവരുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ 2 മണി വരെ വോട്ടിംഗ് എണ്ണിക്കൊണ്ടിരുന്ന ഒരു 2 മണി വരെ ശശി തരൂർ വീടിനുള്ളിൽ ഇരിക്കുകയാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടാലോ, ചിലപ്പോൾ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചത്. അവസാന നിമിഷം ഈ പറയുന്ന, കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം അദ്ദേഹം ഒരു 11 മണിയാകുമ്പോൾ തന്നെ തന്റെ വിജയം ഉറപ്പിച്ച് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുന്ന ഒരാളാണ് ശശി തരൂർ. ഇത് എല്ലാവരും അല്ലേ, അന്ന് തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പല മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിച്ച് കോൺഗ്രസ് നേതാക്കളെല്ലാം പുറത്തിറങ്ങി, സ്ഥാനാർത്ഥികൾ പുറത്തിറങ്ങി തങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോഴും ശശി തരൂർ മുറിക്കുള്ളിൽ മാത്രമാണ് ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് അത് പല മണ്ഡലങ്ങളിലും ഈ BJPക്ക് സ്വാധീനമില്ലാതിരുന്ന പല മണ്ഡലം, കോവളയിലും നെയ്യാറ്റിൻകരയിലും അവിടെയെല്ലാം 2ാം സ്ഥാനത്തിലേക്ക് BJP എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രാജഗോപാൽ നിന്നപ്പോഴും കുമ്മനം നിന്നപ്പോഴും ആ മണ്ഡലങ്ങളിൽ BJPക്ക് 3ാം സ്ഥാനമായിരുന്നു. ആ സ്ഥലത്ത് നിന്നാണ് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചത്. അതെല്ലാം പരിഗണിച്ചായിരിക്കും അല്ലേ, പരിഗണിച്ചിട്ടുണ്ടാവും. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ, അവർക്കൊരു പുതിയ പ്രതീക്ഷ നൽകാൻ കഴിയുന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് ചാതുര്യം, പ്രത്യേകിച്ചും IT മേഖലയിൽ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം, അദ്ദേഹം നമുക്കറിയാലോ, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, അദ്ദേഹം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അതുപോലെ ഈ ഇന്റൽ പെൻഡിയം എന്ന ആ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്യുന്ന, ആ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആൾക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമേരിക്കയിലെ
അദ്ദേഹം എണ്ണം പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വിദഗ്ധനാണ് അദ്ദേഹം. ആ മേഖലയിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് ഈ ബിസിനസ് മേഖലയിലേക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്കും ഒക്കെ കടന്നു വന്നത്. എന്തായാലും അദ്ദേഹം ജനങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ നൽകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കേന്ദ്ര നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ ഇലക്ഷനൊക്കെ മത്സരിച്ച് അദ്ദേഹം ചെറിയൊരു വോട്ടിന് തോറ്റുപോയി. ശരിയാണ്, അത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ ചില മേഖലകളിൽ BJPക്ക് 2ാം സ്ഥാനത്ത് എത്താനേ കഴിഞ്ഞുള്ളൂ. ഈ കോവളം, പാറശാല, നെയ്യാറ്റിൻകര ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ 2 മണ്ഡലത്തിലോ 1ാം സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ BJP രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് വിജയിച്ച് കേന്ദ്രമന്ത്രി. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്തായിരുന്നു അതെ വ്യത്യാസം ശശി തരൂരിന്റെ വിജയം. അതെ, ഇപ്പോൾ അത് വെറും 15,000. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് കാസർഗോഡ് മണ്ഡലം CPM-ന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ പിന്നെ ഉണ്ണിത്താന്റെ വിജയം 1 ലക്ഷം വോട്ടിനാണ്. കണ്ണൂർ അവിടെ സുധാകരന്റെ വിജയം 1 ലക്ഷം വോട്ടിനാണ്. 1 ലക്ഷത്തിനടുത്ത്. പിന്നീട് എറണാകുളത്ത് വിജയം 2 ലക്ഷം വോട്ടിനാണ്. അതെ, പിന്നീട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും 1 ലക്ഷവും 2 ലക്ഷവും വോട്ട് വാങ്ങി അത്ഭുതപൂർവമായ ഒരു വിജയമായിരുന്നു. ഈ പാലക്കാടിലെ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിനുണ്ടായത്. പക്ഷേ ആറ്റിങ്ങൽ നമുക്ക് പറയാം അത് LDF മണ്ഡലമാണ്. അവിടെ 600 വോട്ടിനാണ് കോൺഗ്രസ് വിജയിച്ചത്. പക്ഷേ അതിന് സമാനമായി തന്നെ 1 ലക്ഷത്തിലധികം വോട്ടിന് വിജയിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. കോൺഗ്രസ് ജയിക്കാനുള്ള ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തെ വലിയ രീതിയിൽ കോൺഗ്രസിനെ പരാജയത്തിന്റെ മുന്നിൽ എത്തിക്കാനൊരവസ്ഥ. അല്ല, കോൺഗ്രസ് അവസാന നിമിഷം വരെ പരാജയം ഏതാണ്ട് ഉറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 തിരുവനന്തപുരത്ത് നടന്നത്. അതിൽ സംശയമൊന്നുമില്ല. അല്ല, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ, അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടതായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ ജനങ്ങൾക്ക് അറിയാതിരിക്കുന്ന ഒരു വ്യക്തി ഈ കടലോര പ്രദേശങ്ങളിൽ വന്ന് സാധാരണക്കാരുമായിട്ട് സംസാരിക്കുകയാണ്. താൻ എന്താണ് വിജയിച്ചാൽ ചെയ്യുന്നതെന്ന് വ്യക്തമാക്കി പറയുക. അദ്ദേഹത്തിന് മറ്റൊരു പരിമിതി കൂടെ ഉണ്ടല്ലേ, ഈ മലയാള ഭാഷയുമായി സംസാരിക്കുന്നതിൽ പരിമിതി ഉണ്ടായിട്ട് പോലും സാധാരണക്കാരായ ഒരു മത്സ്യത്തൊഴിലാളികളുമായി അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു, സംസാരിക്കാൻ കഴിയുന്നത് അത്ഭുതത്തോടെയായിരുന്നു അന്ന് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ നോക്കി നിന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതെല്ലാം വാർത്ത നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഉൾപ്പെടെ. അതെ, അദ്ദേഹം ഒരു പരിധിവരെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പോലും പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന അഭിപ്രായം പറയാൻ. തുടക്കം 3ാം സ്ഥാനം നൽകിയവരാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന്. അദ്ദേഹത്തിന്റെ സ്വന്തം മാധ്യമമായ ഏഷ്യാനെറ്റ് ഒന്നും പറഞ്ഞില്ല. എങ്കിലും പൊതുവെ സ്വതന്ത്രമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ പരിശോധിച്ച മാധ്യമങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ അവർ അത് നൽകി. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ താഴെത്തട്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ വന്ന് അവരുടെ ഭാഷയിൽ അവരുടെ ശൈലിയിൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്ലെ, എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തിലെ ശശി തരൂരിന് വലിയ വിള്ളലുണ്ടായിട്ടു. വേളിയിലൊക്കെ വലിയ രീതിയിൽ വോട്ട് BJPക്ക് അവിടെ. അല്ല, അതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ വിശ്വപൗരൻ എന്ന് പറയുമ്പോൾ മാറി നിന്ന് കാണുക എന്നതാണ് ഇവിടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ വിശ്വപൗരനും ഈ കുറച്ച് പണമെല്ലാം ഉള്ളവർ ജനങ്ങൾക്കിടയിൽ വന്ന് സംസാരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തെളിയിച്ചു. അദ്ദേഹം ഈ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി വന്ന് പാവപ്പെട്ടവന്റെ അടുത്ത് പോയി അവന്റെ തോളി കൈയിട്ട് അവനോട് വളരെ സ്നേഹപൂർവ്വം സംസാരിച്ച് അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞാൻ ജയിച്ചു വന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. ഒരു തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. കാരണം ശശി തരൂർ ദൂരെ നിന്ന് കൈ കാണിച്ചു പോകുന്നത് പോലെ അല്ല. കാരണം വിശ്വപൗരനാണ്, എനിക്ക് പണമുണ്ട്, ഞാൻ മുൻ കേന്ദ്രമന്ത്രിയാണ്. അതുപോലെയല്ല, ഇദ്ദേഹവും കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബിസിനസ് സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയം അത് BJP വരുത്തി വെച്ചതായിരിക്കും. ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ അവർ കൃത്യമായി വോട്ട് ചേർക്കുന്നു, കൃത്യമായി വോട്ട് ചെയ്യിക്കാനായി ആ ദിവസം തന്നെ കൃത്യമായി പ്രവർത്തനം നടത്തുന്നു. അങ്ങനെ ഒരു പ്രവർത്തനം എന്തായാലും തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല, നാം കണ്ടിട്ടില്ല. അതെ, അത് മാത്രമല്ല സുരേഷ് ഗോപി 5 വർഷവും ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചു. ഇവിടെ അതേസമയം രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അദ്ദേഹത്തിന് BJP അതിനൊരു ശ്രമം നടത്തിയില്ല. കാരണം കൃത്യമായി തന്നെ പുതിയ വോട്ടുകൾ ഈ BJP അവകാശപ്പെടുന്നത് എന്താണ്, 10,70,000-ലധികം വോട്ടല്ലേ തൃശ്ശൂർ മണ്ഡലത്തിൽ 75,000-ഓളം വോട്ടുകൾ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനം ആ 75,000-ലധികം വോട്ട് സമാനമായ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത്. അത് മാത്രമല്ല,
ശ്രീജിത്ത് പറഞ്ഞതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി കൂടെ ഉണ്ട്. തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു 20,000-നും 30,000-നും ഇടയ്ക്ക് പ്രവാസി വോട്ടുകൾ BJP RSS പ്രവർത്തകരുടെ ഉണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. കാരണം അവർ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകാം. മുസ്ലിം ലീഗൊക്കെ ആണെങ്കിൽ പാർട്ടി തന്നെ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവരെ ഇവിടെ വരുത്തി വോട്ട് ചെയ്യിക്കും. പക്ഷേ BJPക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് BJPയുടെ ഒരു കുറവാണ്. അവിടെ അതിലും കൂടെ BJP ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം മറ്റൊന്നായനെ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചരിത്രവും മറ്റൊന്നായനെ. അദ്ദേഹം എന്തായാലും പ്രസിഡന്റായി വരുന്നതോടുകൂടി തന്നെ പുതിയ ചരിത്രത്തിലേക്ക് അദ്ദേഹം പ്രസിഡന്റായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുതിയ ചരിത്രം എഴുതുകയാണ്. BJPയിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകുകയാണ്, വലിയ ട്വിസ്റ്റ് ഉണ്ടാകുകയാണ്. BJPയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.